നമസ്കാരം, ഞാൻ ഡോക്ടർ ലെസ്ന ഇർഷാദ്. അപ്പോൾ ഇന്ന് 4th ടിപ്പാട്ടോ നമ്മളെ 75 ഡേ ചലഞ്ചിൽ ഇന്ന് പറഞ്ഞു തന്നെ നമ്മളെ മുരിങ്ങയിലെ കുറിച്ചാണ്. ഒന്നുമില്ലെങ്കിൽ കറി വെക്കണ ഇലയാണ് മുരിങ്ങയില. നമ്മളിലെ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റിയൊന്നല്ല കേട്ടോ മുരിങ്ങൻ്റെ ഇല. അതിൽ ധാരാളം വൈറ്റമിൻ ഇ, സി എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതേപോലെ മിനറൽസായ മഗ്നീഷ്യം, അയൺ, കാൽഷ്യം, പൊട്ടാസ്യം ഒക്കെ ഉള്ളതാണ്. നമുക്ക് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും ലാക്ടേറ്റിംഗ്, അതായത് ഫീഡിങ് ആയിട്ടുള്ള മദേഴ്സിന് പാലിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യാനും വളരെ നല്ലതാണ്. ഇപ്പോൾ എല്ലാവരും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും ആൻറ്റി ഓക്സിഡൻ്റുള്ള ഡയറ്റൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് മുരിങ്ങ ഇൻക്ലൂഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഇല ആയിട്ട് കഴിക്കാൻ വയ്യെങ്കിൽ പൗഡറായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മളെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ്. കൊളാജൻ കണ്ടൻറ്റ് നല്ലോണമുള്ള ഫുഡാണ് മുരിങ്ങ. അതേപോലെ ഡയജഷനും മെറ്റാബോളിസത്തിനൊക്കെ വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ജെൻസിൻ്റെ കാര്യം പറയുകയാണ്, മെയിൽസിനാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ ഇൻക്രീസ് ചെയ്യാനും സ്പേമിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനും ലിബിഡോ ഇൻക്രീസ് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്.